മാഡം ഒരുപാട് സ്കൂൾ കുട്ടികളെ സഹായിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് നല്ലൊരു വീട് പോലും ഇല്ല, ടാർപ്പായൊക്കെ മറിച്ച വീട്ടിലാണ്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് അവർക്ക് വീടുകളേക്കാളും എന്തുകൊണ്ടും സേഫായിട്ടുള്ള സ്കൂളാണെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പാരൻസ് ഇങ്ങോട്ട് അയക്കുന്നത്. പക്ഷേ അവർക്ക് ഇരിക്കാൻ നല്ലൊരു ബെഞ്ചോ കാര്യങ്ങളോ ഇല്ല. കുറേ കാലം മുമ്പ് ആരോ സ്പോൺസർ ചെയ്ത ബെഞ്ചുകളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പായ വിരിച്ചാണ് അവരെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടാണ് ജീന മാം എന്നെ വിളിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും സ്കൂൾ വരെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് അതിന് ശേഷം തീരുമാനിക്കാം. കാരണം ഇപ്പം നമ്മുടെ കയ്യിൽ വലിയ ഫണ്ടൊന്നും ഇല്ല എന്നാണ് അവരോട് പറഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി നോക്കുന്നത്. അവർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്നേഹമുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആ ഒരു കുട്ടികൾ, അവരെ ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തീരെ കഴിവില്ലാത്ത മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതാവസാനം വരെയും നമുക്ക് അതിൻ്റെ പുണ്യം കിട്ടും. ഇനിയിപ്പോൾ പുണ്യം കിട്ടിയില്ലെങ്കിലും അവരുടെ ആ ഒരു ചിരി മതി. ഇതുപോലെയുള്ള മക്കളെ സഹായിക്കാൻ താല്പര്യമുള്ളവരൊന്ന് കൂടെ കൂടണേ.